തലശ്ശേരി അതിരൂപത KCYM സംഘടിപ്പിക്കുന്ന 50-50 ഈ നോമ്പ് കാലത്തൊരു പ്രത്യേക പദ്ധതിയാണല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് വ്യക്തമാക്കാമോ? ക്രൈസ്തവ ലോകം 50 നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. തലശ്ശേരി അതിരൂപതയിലെ യുവജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഈ വർഷം എടുത്തിരിക്കുന്ന വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തികളുടെ ആകത്തുകയാണ് 50-50. 50 ജീവകാരുണ്യ പ്രവർത്തികൾ ഈ 50 നോമ്പിലൂടെ 50 നോമ്പിൻ്റെ 50 ദിവസങ്ങളിലൂടെ പൂർത്തീകരിക്കുക എന്നുള്ള ഒരു വലിയ യജ്ഞമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ ആവശ്യമുള്ളവരിലേക്ക് KCYMൻ്റെ യുവജനങ്ങൾ ഒന്നു ചേർന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും സവിശേഷമായ കാര്യങ്ങൾ. അഗതി മന്ദിരങ്ങളിൽ കഴിയുന്നവർക്കൊപ്പമായിരിക്കാനും ഡയാലിസിസ് പോലെയുള്ള വലിയ ചികിത്സകൾക്ക് വിധേയപ്പെടുന്നവരെ കൈത്താങ്ങാകുവാനും എന്നു തുടങ്ങി ഒത്തിരിയേറെ പരിപാടികൾ. തെരുവിൽ ആരാരുമില്ലാത്തവർക്ക് ഉച്ചഭക്ഷണം എത്തിച്ച് നൽകുക, തെരുവിൽ ഉറങ്ങുന്നവർക്ക് പുതപ്പ് പുതപ്പിക്കുക, ഇങ്ങനെ തുടങ്ങി 50 ആകർഷകമായ കാരുണ്യ പ്രവർത്തികളാണ് ഈ ദിവസങ്ങളിലൂടെ യുവജനങ്ങൾ അണിയിച്ചൊരുക്കുന്നത്. സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയുള്ള യുവജനങ്ങളായി കടന്നു വരുവാൻ, കാരുണ്യത്തിൻ്റെ മുഖങ്ങളായി, ഈശോയുടെ മുഖം പേറുന്നവരായി, ധരിക്കുന്നവരായി, ഈശോയുടെ കരങ്ങളും കണ്ണുകളും ഉള്ളവരായി യുവജനങ്ങൾ മാറ്റപ്പെടണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ 50-50 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. എല്ലാ ഏരിയയിലും വ്യത്യസ്തമായ ദിവസങ്ങളിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയായിരിക്കും. തീർച്ചയായിട്ടും ഇത് അതിരൂപത ഫൊറോന യൂണിറ്റ് തല സഹകരണത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തലശ്ശേരി അതിരൂപതയിലെ 19 ഫൊറോനകളിലായി വ്യത്യസ്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് യുവജനങ്ങളും യുവജന പ്രേക്ഷിതത്വവും 50 നിസാര പ്രവർത്തനങ്ങളിലൂടെ ഇത് ഒതുക്കുകയല്ല, മറിച്ച് ഇതൊരു വലിയ ഒരു ഉൾവെളിച്ചം നൽകുകയാണ്. എണ്ണിയാൽ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാ സംഘടനകളും ഇടവകകളും രൂപതയും എല്ലാം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ 50 നോൻപിൽ 50 പ്രത്യേകമായ സവിശേഷമായ പ്രവർത്തനങ്ങളിലൂടെ യുവജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് രൂപതയിൽ ബൃഹത്തായ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ശൃംഖലയിൽ ഈ 50 നോമ്പിലെ 50 പ്രവർത്തനങ്ങൾ അത് മധുരതരമായി എണ്ണപ്പെടുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈ 50-ാം ദിനത്തിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഈ 50-50 കാഴ്ചവെക്കുന്നതാണ്? തീർച്ചയായിട്ടും 50-50 പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, ഞങ്ങൾ അതിരൂപതാ സമിതി നിർമ്മാണത്തിലായിരിക്കുന്ന സ്നേഹവീട് പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ള വലിയൊരു സ്വപ്നമാണ്. ഒത്തിരിയേറെ പേരുടെ സുമനസ്സുകളുടെ സഹകരണം ആ പദ്ധതിക്ക് ആവശ്യവുമാണ്. അതുകൊണ്ട് 50-50 മനോഹരമായി പൂർത്തീകരിക്കപ്പെടട്ടെ. ഈ 50 കാരുണ്യ പ്രവർത്തികളിലൂടെ അനേകരുടെ കണ്ണു തുറക്കുവാൻ, അവരുടെ ജീവിതത്തിൽ അവരുടെ മുഖത്തൊരു സന്തോഷം വിടരുവാൻ, അവരുടെ മനസ്സിൽ ഒരു ദൈവസ്നേഹത്തിൻ്റെ അംശം ലഭിക്കുവാൻ ഇടവരട്ടെ എന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഈ ജീവകാരുണ്യ പ്രവർത്തികൾ 50-50 എന്ന പേരിൽ ഞങ്ങൾ ആരംഭിക്കുന്നത്.